വ്യക്തിത്വത്തിന്റെ ഉടമ. മലങ്കര കത്തോലിക്ക സഭയുടെ മാത്രമല്ല, കേരളീയ ജനസമൂഹത്തിന്റെ ആത്മീയ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അഹോരാത്രം യത്നിച്ച ഭാഗ്യസ്മരണാർഹൻ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ 27ാമത് ഓർമ്മദിനം അനുസ്മരിക്കുവാൻ വിർച്വൽ പ്ലാറ്റ്ഫോമിലെത്തിയ ഏവർക്കും സ്വാഗതം. പ്രഭാഷണങ്ങൾ പ്രവൃത്തിയിലും അനുഷ്ഠിച്ച അതിശ്രേഷ്ഠനും അതുല്യ പ്രതിഭയുമായിരുന്ന ഗ്രിഗോറിയസ് തിരുമേനി ശാന്തിദൂതനായി ജനമധ്യത്തിലേക്ക് ഇറങ്ങിയിരുന്നു. മതങ്ങൾക്കപ്പുറത്ത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മുഴുവൻ ആത്മീയ നേതാവായിരുന്നു അദ്ദേഹം. ലാളിത്യത്തിന്റെ, സമർപ്പണത്തിന്റെ, ദാർശനികതയുടെ പ്രതീകമായ ആ മഹാത്മാവിന് പ്രണാമം. പ്രാർത്ഥനാഗാനം ആലപിക്കുവാനായി കുമാരി കല്യാണി ജെക്കെ ക്ഷണിക്കുന്നു. ചിന്മയ രൂപ ചിരഞ്ജീവ സ്നേഹസ്വരൂപ ജഗദീശ ജീവസന്ധായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ. ചിന്മയ രൂപ ചിരഞ്ജീവ ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും ആയിരം മഴവില്ലു തെളിഞ്ഞാലും ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും ആയിരം മഴവില്ലു തെളിഞ്ഞാലും നിതാന്ത സൗന്ദര്യമേ നിന്റെ മുൻപിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ. നിതാന്ത സൗന്ദര്യമേ നിന്റെ മുൻപിൽ നിഷ്പ്രഭമല്ലോ ചരാചരങ്ങൾ. ചിന്മയ രൂപ ചിരഞ്ജീവ സ്നേഹസ്വരൂപ ജഗദീശ ജീവസന്ധായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ. ചിന്മയ രൂപ ചിരഞ്ജീവ. താങ്ക് യു കല്യാണി. ഏറ്റെടുക്കുന്ന എല്ലാ ചുമതലകളും അതീവ ഗൗരവത്തോടെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും നടപ്പിലാക്കുന്ന സാമൂഹിക, സാംസ്കാരിക, കലാരംഗങ്ങളിൽ നിറസാന്നിധ്യമായിരിക്കുന്ന സെയിന്റ് ജോൺ സ്കൂൾ മാനേജർ ബോവിസ് മാത്യു അച്ഛനെ ആദരവോടെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയരായവരെ, ഈ സന്ധ്യയിൽ നിങ്ങളെ എല്ലാവരെയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഏറെ സന്തോഷത്തോടും അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ദീപ്തമായ ഓർമ്മയിലും ആണ്. തിരുമേനി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് 27 വർഷങ്ങൾ പൂർത്തിയാകും. 1994 ഒക്ടോബർ മാസം 10-ാം തീയതി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ വൈകിട്ട് 3:50 അഭിവന്യ പിതാവ് തൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. 41 വർഷക്കാലം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അഭിവന്യനായ തിരുമേനി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യർക്കും ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും പകർന്നു നൽകിയാണ് ജീവിച്ചത്. ഒരു സഭയുടെ അധ്യക്ഷന് സമൂഹം കൽപ്പിച്ചിരുന്ന അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക്
തൻ്റെ ജീവിതത്തിന്റെ ചക്രവാളത്തിന്റെ അതിർത്തികൾ മാറ്റി നിശ്ചയിച്ച ഒരു സന്യാസ വര്യനായിരുന്നു അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ഒരു സന്യാസിയാകാൻ ആഗ്രഹിച്ച് ആശ്രമത്തിന്റെ ആവൃത്തിക്കുള്ളിൽ പ്രാർത്ഥിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ച ഈ യോഗി വര്യനെ ക്രാന്തദർശിയായ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനി സ്ഥാപിച്ച മാർ ഇവാനിയോസ് കോളേജിൽ അധ്യാപകനും പിന്നീട് പ്രിൻസിപ്പലുമായി നിയമിക്കുന്നത് നാം കാണുന്നുണ്ട്. തന്റെ പിൻഗാമിയാകുവാൻ പിതാവ് കാലേകൂട്ടി മനസ്സിൽ കണ്ട ആത്മീയ പിതാവായിരുന്നു അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. മാർ ഇവാനിയോസ് പിതാവിന് ശേഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാപ്പോലീത്ത എന്ന നിലയിലും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ആ ജീവിതം തന്നെ നമുക്കൊരു പാഠപുസ്തകം പോലെയാണ്. അടുത്തറിയും തോറും വിസ്മയമുളവാക്കുന്ന ചിന്തകളും ജീവിത വീക്ഷണവും ദർശനവും അദ്ദേഹം പുലർത്തിയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്കെപ്പോഴും വലിയ അനുഭവങ്ങൾ, ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇന്ന് ഈ സന്ധ്യയിൽ അഞ്ചലിൽ അദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മാർ ഗ്രിഗോറിയോസ് ക്യാമ്പസ് ഒന്നാകെ നടത്തുന്ന ഈ അനുസ്മരണ സമ്മേളനം അദ്ദേഹത്തിന്റെ ഓർമ്മ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു മണ്ണിലാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തെ നമുക്ക് അഭിമാനകരമായ മാർ ഇവാനിയോസ് വിദ്യാനഗറിന് ശേഷം ഈ സഭയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിരൂപതയിൽ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ ഒന്നാണ് അഞ്ചൽ. ഈ ഒരു കിഴക്കൻ മലയോര പ്രദേശത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയും വികസനവും മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഈ പ്രദേശത്തിന്റെ നന്മയിൽ ലക്ഷ്യം വെച്ച് ചില ഇടപെടലുകൾ നടത്തുന്നതും ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും. 30 ഏക്കറോളം വരുന്ന ഈ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണിൽ ഇന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ അറിവിന്റെ വെളിച്ചം തേടി ഇവിടേക്ക് വരുന്നു. അനേകം ആളുകൾ ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടേക്ക് വരുന്നു. ഏതാണ്ട് 1200ഓളം ആളുകൾ ഇവിടുത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ജാതിമത ഭേദമന്യേ ജോലി ചെയ്യുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു വലിയ മനസ്സും, പാവങ്ങൾക്ക് പക്ഷം ചേർന്ന് നിൽക്കുവാൻ, അത് കേവലം വാക്കുകൾക്കപ്പുറത്ത് തൻ്റെ ജീവിത ആദർശവും ജീവിത ശൈലിയുമായി മാറിയതിൻ്റെ ഫലമാണ് ഈ ക്യാമ്പസ്. അതുകൊണ്ട് അഞ്ചലിലെ മാർ ഗ്രിഗോറിയോസ് ക്യാമ്പസ് തിരുമേനിയെ ഓർക്കുന്നത് ഏറ്റവും ഉചിതവും അർത്ഥവത്തായതുമായ ഒരു കാര്യമാണ്. തിരുമേനിയെക്കുറിച്ച് വരും തലമുറകൾ അറിയേണ്ടതും കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായ ഒരു ജീവിത ആദർശമുണ്ട്, ഒരു ജീവിത ചരിത്രമുണ്ട്. ഇന്ന് ഈ സന്ധ്യയിൽ നമ്മളോട് തിരുമേനിയെക്കുറിച്ച് അനുസ്മരിച്ച് സംസാരിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമ്മേളനത്തിൽ ചേരുന്നത് ഏറ്റവും ആദരണീയനായ TP ശ്രീനിവാസൻ സാറാണ്. സാറിന് തിരുമേനിയോട് വളരെ വലിയ ഒരു ആത്മബന്ധമുണ്ട്. അത് സാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഒരു നയതന്ത്ര വിദഗ്ധൻ, വിദേശകാര്യ മേഖലയിൽ ഇന്ത്യയുടെ അംബാസഡർ എന്ന നിലയിൽ ഐക്യരാഷ്ട്ര സംഘടന അടക്കം മറ്റനേകം രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കൃതിയെ പരിചയപ്പെടുത്തിയ, ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ഒരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ച അംബാസഡർ എന്ന നിലയിൽ അദ്ദേഹം നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ തലമുറയ്ക്ക് സുപരിചിതനാണ്. എന്നാൽ അതിനപ്പുറത്തും അദ്ദേഹം പ്രത്യേകിച്ച് കേരളത്തിലെ സർവതോന്മുഖമായ വളർച്ചയിൽ ദീർഘവീക്ഷണത്തോടു കൂടിയ അഭിപ്രായങ്ങൾ പറയുകയും അതിന് അദ്ദേഹത്തിന്റെ സമയവും ആശയവും നൽകുവാൻ സന്നദ്ധനാകുകയും ചെയ്തിട്ടുള്ള
ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ സാർ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ, അതിനാവശ്യമായ തരത്തിലുള്ള സമീപനങ്ങളിൽ സർക്കാരിൽ മാറ്റം വരുത്തുവാൻ, അവരെ അത്തരത്തിൽ സ്വാധീനിക്കുവാൻ തക്കവണ്ണമുള്ള ആശയങ്ങളുടെ വലിയ സംവാദം നടത്തുവാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിട്ടുണ്ട്. വിദേശകാര്യ മേഖലയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ നിരീക്ഷണം, കേരളത്തിന്റെ വികസനത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നടക്കുന്ന മാറ്റങ്ങൾ, നടക്കേണ്ട മാറ്റങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ ശ്രദ്ധയും നേടിയിട്ടുള്ള വിഷയങ്ങളാണ്. സാറിനെ ഈ സന്ധ്യയിൽ നമ്മളോടൊപ്പം ആയിരിക്കാൻ ക്ഷണിച്ചപ്പോൾ അങ്ങേയറ്റം സന്തോഷത്തോടെയാണ് അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ സാറിന് തിരുവനന്തപുരത്തുള്ള നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ സഭാകേന്ദ്രം, പ്രത്യേകിച്ച് നമ്മുടെ ബാബ തിരുമേനിയുമായിട്ടൊക്കെയുള്ള വളരെ സവിശേഷമായ അടുപ്പവും ബന്ധവുമുണ്ട്. മാർ ഇവാനിയോസ് കോളേജ് ഒരു ഓട്ടോണമസ് കോളേജ് എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ ആലോചനകൾ ധാരാളം നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയോട് തുടങ്ങുന്ന ആ ബന്ധം ഇന്നും അദ്ദേഹം നമ്മുടെ സംവിധാനങ്ങളോട്, സഭയുടെ എല്ലാ ശുശ്രൂഷ മേഖലകളോടും അദ്ദേഹം പുലർത്തുന്നു. ഏറ്റവും ആദരണീയനായ TP ശ്രീനിവാസൻ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇനിയും നമ്മൾ അതിഥികൾ അല്ല, എല്ലാവരും ആതിഥേയരാണ്. ഈ ക്യാമ്പസിലെ സെന്റ് മേരീസ് ദേവാലയം, സെന്റ് ജോൺസ് കോളേജ്, സെന്റ് ജോസഫ്സ് മിഷൻ ഹോസ്പിറ്റൽ, അതിനോട് അനുബന്ധിച്ചുള്ള നമ്മുടെ നേഴ്സിംഗ് കോളേജ്, നേഴ്സിംഗ് സ്കൂൾ, സെന്റ് ജോൺ സ്കൂൾ, മാർ ബെസേലിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ ഈ ക്യാമ്പസിലെ ഹോസ്റ്റലുകൾ, ഇതെല്ലാം റെപ്രസെന്റേഷനിലൂടെ ഈ സമ്മേളനത്തിൽ ഭാഗമാണ്. സെന്റ് ജോൺസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജോൺസൺ പുതുവേലച്ചൻ, അതുപോലെ തന്നെ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ ബഹുമാനപ്പെട്ട മദർ ലില്ലി തോമസ്, അതുപോലെ ഈ സംവിധാനങ്ങളിലെ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധി എന്ന നിലയിൽ നമ്മളോട് സംസാരിക്കുന്ന കോളേജിന്റെ മുൻ പ്രിൻസിപ്പളും പള്ളിയുടെ ട്രസ്റ്റിയുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ KV തോമസ് കുട്ടി സാർ, കോളേജിലെയും സ്കൂളിലെയും ബഹുമാനപ്പെട്ട അധ്യാപകർ, കോൺവെന്റിൽ നിന്ന് ഇതിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് സഹോദരി സഹോദരന്മാർ, സെന്റ് ജോൺസ് സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥി പ്രതിനിധികൾ, എല്ലാവരെയും ഒറ്റ വാക്ക്, ബഹുമാനപ്പെട്ട വൈദികര് ഇതിന്റെ ഭാഗമായി ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജെയിംസ് പാറവിള എപ്പിസ്കോപ്പാച്ചൻ, അതുപോലെ തന്നെ മറ്റ് വൈദികർ, എല്ലാവരെയും സ്നേഹത്തോടെയും ആദരവോടെയും അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ദീപ്തമായ ഈ ഓർമ്മയിലേക്ക്, ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛ. നയതന്ത്ര വിദഗ്ധനും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യൻ പ്രതിനിധിയും പല വിദേശ രാജ്യങ്ങളുടെ മുൻ ഇന്ത്യൻ അംബാസിഡറുമായിരുന്ന നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി TP ശ്രീനിവാസൻ സാറിനെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും അനുസ്മരണ പ്രഭാഷണത്തിനുമായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you. Thank you very much, Father Boaz Matthew, other distinguished guests, students, teachers, and friends. I was delighted when I was asked to be here today to say a few words about Archbishop Mar Gregorios. Personally, he has touched my life in many ways. Not only him, but also at that time, Father Panikkar was the principal, Father Abraham, the vice principal. They all have played a big role in my transformation from an unknown student in Trivandrum for 5 years to a teacher and eventually a member of the Foreign Service. It was a time of major change when you needed support, you needed encouragement,
you needed sustenance in many ways. And whenever I think of those days, these three names come to my mind: the Archbishop himself, the principal, and the vice principal. The way I came to Mar Ioannis to teach itself was a story in itself. I had just taken my MA examination final, awaiting the results, and I was not even thinking of applying for a job. As usual, I used to participate in various activities in YMC, etc. And one day, Father Abraham suddenly asked me as to what I was planning to do after my results come. I said, well, I'll probably want to teach somewhere and also appear for the civil service examination. Then he said, why don't you come and teach from tomorrow? That surprised me completely. I said, I have not passed my examination. I don't know what the results would be. And how are you going to give me a job? I have not even applied for it. He said, no, don't worry, just come. And that was the beginning of a new life for me. Though I did not have a master's degree, I was given a post as a tutor. And I got my first paycheck from Mar Ioannis College. Not a big paycheck, you will be surprised. But it was very big for me at that time. It was not the money that mattered, but the recognition I received even before I proved my academic merit. I was trusted by this major institution. And that was a great occasion. And I met the Archbishop very soon afterwards. And he welcomed me with open arms in his usual gracious style. And we got to know each other through various functions at the college. And then when I joined the Foreign Service, he was one of the happiest people I remember. He not only felicitated me, but he also gave me a pen, which I still have. And giving it to me, he said, now you have the capacity to make war and peace because you are going to be a diplomat. But I hope you will use this pen only to make peace, he said. Because it was an exaggeration to think that a diplomat has a capacity to create peace or war. But certainly, in my career, I never had the opportunity to make any war, though we were in very difficult circumstances occasionally, and we even had war situations during my career. Then, of course, another personal thing happened was that I picked up my bride from Mar Ioannis College. This was, of course, could have been a scandal because teachers marrying students was not particularly encouraged in Mar Ioannis College. But we did it all the proper way. We did not run around trees in Mar Ioannis College campus. And Archbishop himself and the others attended our wedding and also made my progress very pleasant. Except that Father Panikkar said to me that, well, I'm glad that you have joined the Foreign Service and are leaving because you wouldn't have got a job next year in Mar Ioannis, having married one of our students. So that was the other most memorable thing that happened to me there. So in all this, the person who presided over these very many memories is none other than Archbishop Mar Gregorios. And later in the 90s, when I was in Washington and New York, he
visited there. And I remember the last time when he came, he was not very well. But we met him wherever he was staying, and talked to him and learned from him. And sadly, of course, before I came back, he had passed on. Then I had this unique opportunity in 2015 to be invited by the Cardinal to visit the Vatican and to deliver a centenary memorial lecture in the name of Archbishop Mar Gregorios. This was a one-time opportunity in my life to be inside the Vatican City, to talk about a great son of the church, and to speak of his accomplishments, not only in Kerala, but also to the Catholic Church itself. Of course, Archbishop Mar Ivanios was the beginner of this whole growth of the Malankara Church, how he brought them back to the Catholic embrace. And thus a new movement had started in the church life of Kerala, which was globally recognized. And for 40 years, Archbishop Mar Gregorios carried on that tradition. And I have seen with my own eyes how Mar Ivanios College has grown. I remember the days when we entered the main gate and walked up to the college. There was not a single institution anywhere on the two sides except one teacher's hostel. It was all blank. There was nothing except trees. And today, every inch is taken with institutions of great repute, not only Mar Ivanios College. So you can enter that campus as a child, go into a nursery school or a kindergarten, and then come out with a PhD or a civil service or whatever you want to do. So it's virtually a university already. And it's one of my dreams to see that we have a university in Trivandrum, a private university. And if it ever happens because of transformation in the thinking of the people, we tried very hard, but unfortunately we were not mature enough to invest in private universities. At least 10 offers were made to us when I proposed private universities, mostly from Christian missionary institutions. But we do not have the courage, we did not have the imagination to make this happen. Today in India, the best universities are the private universities that come up. I'm not suggesting that government universities are not doing well. We have very good government institutions. I studied in government institutions all my life. School in Kayankulam, college in Trivandrum, University College and Intermediate College. And so I never went into a private institution. And I do not think that I lost out in that. But the entire educational structure in Kerala, I wonder why people are suspicious or concerned about private education institutions. Because had it not been for private institutions, our education system in Kerala would not have developed so much. Whether it was Christian missionaries or Nair Service Society or SNDP or whoever. Even long before the word public-private participation was invented, we had these institutions.
And Kerala has welcomed people from all over the world, all faiths. There is no faith in the world which has not found a place in Kerala. And we welcomed all of them. Of course, we had little fights with some people, maybe colonization was not very welcome. But we accepted all of them, all those faiths, all those religions. And that is what has made Kerala rich. And in this role, the role played by the Marianian institutions is very great. When I spoke at the Vatican, the first point I made was about the great belief that Archbishop Mar Gregorius had in secularism. In fact, Mr. K.R. Narayanan, who eventually became the President of India, called Archbishop Mar Gregorius the symbol of secularism in India. And he was pointing out, look at the color of the clothes he wears, of the order which Marianius established. They look like Hindu priests in ochre robes. So fundamentally, secularism was in his blood. And throughout his life, he promoted it. Because those were the better days. We did not have the kind of conflicts and confusion we now have. And therefore, all the institutions that he established were secular institutions. Even though, of course, it was in the name of the church, it was in the name of Christ, etc., etc. But he did not see it different from what is essentially Hindu culture, Indian culture. And if you can be a secularist only if you have strong faith in your own religion. Because it is those who do not have faith in their own religion and thus become fundamentalists. They are the people who are afraid of others. So the Malankara Church, having established itself in a particular format, encouraged and secularism, and it prospered in a very big way. And the closeness that it kept, the identity that they all kept up to this day by the Cardinal himself, is very fundamental to the church. And Archbishop Mar Gregorius will always be remembered for the secular principles that he encouraged and nurtured and worked very much within that principle. But he was more than that. As far as his contribution to education, I do not need to speak to you. In fact, I do not need to speak to you about Archbishop Gregorius in any way, because you're all people who knew him better than I was. I did. But since this is an occasion which we are remembering him, I remember going to Anchal when it was first set up. We had two of our colleagues who had moved there, Professor M.I. Thomas and Professor George Thomas. Both were my good friends, so I visited Anchal several times at that time. There was nothing there except a hill.
was not even, like Marijuana, there was not even a building there. And now, I have not seen it very recently, but the last time I saw it, it was a different place altogether. And Father Boaz Matthew talked about Archbishop's interest in Anchal to develop it into an education hub. And it has, in fact, become an institution by itself. It is not just an adjunct of the Marijuana College, but it has its own institutions and its own teaching methods. It has its own very brilliant students. I've come across some of them recently in the civil service. So that is his creation, but at the same time, the attention that he gave to Marijuana is not only there, but also in education in Kerala in general. He advised the government, he advised others, and he had a vision which many did not have. He was not just looking at tomorrow, but he was looking ahead. And many of the things that he introduced in Marijuana College were far ahead of his time. Many others were not thinking about it. And the systems he introduced and the global vision that he developed. And whenever he talked to us, he used to talk about it. India's role in the world, that was his favorite topic as to how we all have to contribute to build India. And education was fundamental to that, and this contribution is immense. And here again, education for him was not just in terms of literacy or learning the subjects and languages and modern science, etc. But he was a practical person too. And he was involved in the development of the community and of Kerala as a whole in diverse ways. His interest in agriculture, his interest in farming, his interest in encouraging private enterprise, advice to those who wanted to engage in industry. He encouraged small-scale industry units wherever he could. And so he was not only concerned about the intellectual and spiritual life of his followers, but also he was interested in the life of the people in general. And he knew they had to be fed, looked after, and people should have a happy and personal life. So everything that he introduced had a professional angle to it. It was not charity. The charity is if you invite some people for a meal, make them happy for a day. That is not enough. People say, don't just give a man a fish, but teach him to fish. And that is what is going to make him self-sufficient in the future. And this is very much a part of the Marijuana's philosophy, which was encouraged by Archbishop Gregorius. Of course, he was a sannyasi as other priests of the Malankara Church are. But that did not keep him away from the development of the country and our state as a whole. He
considered himself a karma yogi rather than anything else. And he was very proficient in the Gita and the Upanishads. And he understood the essence of Indian culture very much. And he did not look at Christianity as something alien to Indian culture. As you all know, Christianity came to Kerala even before it went to Europe. And that pride we always have. And again, he also intervened in a very positive manner whenever problems arose in the community and outside. So because of his faith and because of his credibility, even the other communities were very respectful of him and looked for his guidance in the area of development. When Pope Francis took over, one of the great qualities that people talked about was his ability to come down to the people. Because popes are in a different world, many times separated from reality. But Pope Francis is now known to be someone who worked in the area of development of poor people, removing poverty, talking about justice, introducing it in various ways. And that is what Archbishop Mar Gregorius did 50 years before him. I don't know whether this is very well known in the world abroad, but this is something we know. And also, when technology, he was very much keen on adopting technology. You know, there was a time in Kerala when people used to say, we don't want computers. We lose our jobs if we have computers. And so there were strikes, I remember. And now the situation is we'll have no jobs if you don't have computers. You cannot educate yourself. You can do nothing. So there again, the kind of far-sightedness that computers and modern education is important for our community was again his contribution. And that is the reason why when we first introduced autonomous colleges in Kerala, and we objectively studied the most eligible colleges for autonomy, Marianus College came first, and nobody was surprised. And also the way they handled I was on the governing council, and I know with how much keenness and enthusiasm the management embraced autonomy, with the clear idea of making it into a university. As you know, the University Grants Commission has said that any college which is functioning successfully as more than 10 years as an autonomous college can become a university. And according to the new education policy, the affiliation system will end very soon. Well, not very soon, maybe 20 years. And every college will become a university like anywhere else in the world. And that too, not specialized universities, but multidisciplinary institutions. And for Mar Ivanus to turn into a multidisciplinary university, you don't have to do anything because everything is there. You just have to link it up and bring it into a university system. And there again, the far-sightedness of Archbishop Mar Gregorius will be a major factor
And his love for nature was very well known. He discovered the genius of Laurie Baker, I remember. And architecture, bringing architecture into a natural kind of situation, which will be friendly to the environment, without pollution. I believe it was Archbishop Mar Gregorius who supported and encouraged Laurie Baker to maximize the blessings of Kerala in climate. Then he set up industrial units for jobs for the poor, particularly for women. He discovered the potential of the garment industry long before India developed a textile export. Every activity, in other words, for the holistic development of the country was in his mind. So to sum up, this was a blessed life. He had the special blessings of God to be a man of change, a man of destiny for Kerala and UP. Spirituality, perhaps, which he saw as part of the Indian tradition and culture. Education as the very fundamental need for the people. Environment, nature, industrialization, technology, computerization. What you will for that particular period of 40 years, whatever was necessary for the country. And much more than others had imagined. And that is really the greatness of the Archbishop. I know all these are known to you, but there's an occasion when we can recall this and pay our respects to him and remember him, and more than anything else, follow his path, which of course the present leadership of the church is doing. I spent some time with the Cardinal in Vatican, and he virtually took me there personally. And we had a lot of opportunities to talk about how Mar Gregorius had built up this institution. So now how much he respects and follows those ideals. And so we are very happy that we have this opportunity to remember him. And I'm personally grateful to all of you for having given me an opportunity to remember him and to pay my respects and also to acknowledge the role he has played in my personal life. Thank you very much. Thank you, sir. അനുസ്മരണ ഗാനം ആലപിക്കുവാനായി സെയിന്റ് ജോൺ സ്കൂളിന്റെ മ്യൂസിക് ടീച്ചർ അശ്വതി മാമിനെ ക്ഷണിക്കുന്നു.
പരത്തിയ സ്നേഹപ്രകാശത്തിലായി ചരിക്കുന്നു മക്കളാമീനങ്ങൾ. പരത്തിയ സ്നേഹപ്രകാശത്തിലായി ചരിക്കുന്നു മക്കളാമീനങ്ങൾ. ഒരു പുണ്യതാതന്റെ ഓർമ്മയുമായി വീണ്ടും ഒക്ടോബർ അണയുന്നു, ഒക്ടോബർ അണയുന്നു. താങ്ക് യു മാം. മികച്ച ഭാഷാ അധ്യാപകനും സെയിന്റ് ജോൺസ് കോളേജിന്റെ പ്രിൻസിപ്പലുമായ ജോൺസൺ പുതുവേലിൽ അച്ഛനെ അനുസ്മരണ സന്ദേശത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ TP ശ്രീനിവാസൻ സാർ, മാർ ഗ്രിഗോറിയോസ് ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ, പ്രിയമുള്ളവരെ, ഇത് വലിയ സന്തോഷത്തിൻ്റെ സന്ധ്യയാണ്. ഈ ക്യാമ്പസിൻ്റെ വലിയ പുരോഗതിക്ക് നാന്ദി കുറിച്ച ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ നമ്മൾ ആദരപൂർവ്വം അനുസ്മരിക്കുന്ന സന്ധ്യ. വിവിധങ്ങളായ സ്ഥാപനങ്ങൾ ഈ ക്യാമ്പസിലുണ്ട്. 3 തരം സ്ഥാപനങ്ങളുണ്ട് എന്ന് കരുതുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സെൻറ്റ് ജോൺസ് കോളേജ്, സെൻറ്റ് ജോൺസ് സ്കൂള് തുടങ്ങിയവ. അതുപോലെ ആത്മീകമായ സ്ഥാപനം സെൻറ്റ് മേരീസ് ദേവാലയമുണ്ട്. ആരോഗ്യ പരിപാലനത്തിൻ്റെ സ്ഥാപനങ്ങൾ സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, നഴ്സിംഗ് കോളേജ്, നഴ്സിംഗ് സ്കൂള് തുടങ്ങിയവ. എനിക്ക് തോന്നുന്നു ഈ 3 രംഗത്തും നിസ്തുലമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് ഗ്രിഗോറിയോസ് പിതാവ്. വിദ്യാഭ്യാസത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു തിരുമേനി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA എക്കണോമിക്സിന് 1ാം റാങ്ക് കരസ്ഥമാക്കി തിരുമേനി. ചങ്ങനാശ്ശേരി SB കോളേജിൽ ചുരുങ്ങിയ കാലം അധ്യാപകനായിരുന്നു. മാറിവാനൂസ് കോളേജിലെ പ്രഥമ പ്രിൻസിപ്പലായിരുന്നു. സഭയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി. കേരളത്തിലും കേരളത്തിന് പുറത്തുമായി ഏതാണ്ട് 150ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തിരുമേനി ആരംഭിച്ചത്. വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യത്തിൽ വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു തിരുമേനി. ആസൂത്രണത്തെ സംബന്ധിച്ചുള്ള ചൈനീസ് പഴമൊഴി ഞങ്ങൾ സെമിനറിയിൽ പഠിക്കുന്ന കാലത്തൊക്കെ തിരുമേനി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. 1 കൊല്ലത്തേക്കാണ് ആസൂത്രണമെങ്കിൽ വിത്ത് പാകണം, 10 കൊല്ലത്തേക്കാണ് ആസൂത്രണമെങ്കിൽ വൃക്ഷത്തൈ നടണം, 100 കൊല്ലത്തേക്കാണ് ആസൂത്രണമെങ്കിൽ വിദ്യ അഭ്യസിപ്പിക്കണം, വിദ്യാഭ്യാസത്തിന് മുതൽ മുടക്കണം. അതുകൊണ്ട് ദീർഘകാലത്തെ ആസൂത്രണത്തിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും അനിവാര്യമെന്ന് ബോധ്യപ്പെട്ട് അത് കേരളത്തിലുടനീളം നടപ്പിലാക്കി അഭിമന്യ പിതാവ്. വിദ്യാർത്ഥികളോട് എപ്പോഴും പിതാവ് പറയുന്ന വാചകം, ജപ്പാനിൽ പോയി കണ്ടുപഠിച്ച കാര്യം, സ്ലീപ്പ് 4 hours ആൻഡ് പാസ്, സ്ലീപ്പ് 5 hours ആൻഡ് ഫെയിൽ. അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം, മാക്സിമം അധ്വാനിച്ചാൽ മാത്രമേ വിജയം കരസ്ഥമാക്കാൻ സാധിക്കൂ എന്ന് പിതാവ് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. പിതാവ് താല്പര്യം പ്രകടിപ്പിച്ച മറ്റൊരു രംഗം ആത്മീയ രംഗമാണ്. ശ്രീനിവാസൻ സാർ പറഞ്ഞതുപോലെ ഭാരതീയമായ സംസ്കാരത്തോട് ഇഴുകിച്ചേർന്ന് ഒരു സന്യാസി വര്യനായിട്ടാണ് തിരുമേനി ജീവിച്ചത്. അരമനയിൽ എവിടെ പുറത്ത് പ്രോഗ്രാമിന് പോയിട്ട് മടങ്ങി വന്നാലും ഏത് അർദ്ധരാത്രിയിലാണെങ്കിലും പള്ളിയിൽ പോയി അല്പസമയം പ്രാർത്ഥിച്ചിട്ട് മാത്രമേ തിരുമേനി മുറിയിലേക്ക് പോകാറുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അത് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. ആത്മീകമായ ഒരു ഉണർവിനു വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഒഴിഞ്ഞു വെച്ചു. അതുപോലെ ആരോഗ്യ പ്രവർത്തന രംഗത്തും പിതാവ് നൽകിയിട്ടുള്ള സേവനങ്ങൾ വലുതാണ്. നിരവധി ആശുപത്രികൾ, പെരപ്പങ്കോട് കുഷ്ഠരോഗ ആശുപത്രി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ ആരംഭിക്കുകയും ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്.
ദാരിദ്ര്യം പാപമാണ്, രോഗം പാപമാണ്, അറിവില്ലായ്മ പാപമാണ്, പാരതന്ത്ര്യം പാപമാണ് എന്ന് തിരുമേനി എപ്പോഴും പറയുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ക്യാമ്പസിൽ നമ്മളെല്ലാവരും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ ക്യാമ്പസിന് ഈ വലിയ മനുഷ്യൻ്റെ നാമം നൽകപ്പെട്ടിരിക്കുന്നു. ആ പിതാവിൻ്റെ 27ാം ഓർമ്മ പെരുന്നാൾ ദിവസമായ ഇന്ന് ആ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു വേദിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ പിതാവ് നൽകിയിട്ടുള്ള വലിയ നിസ്തുലമായ സംഭാവനകളെ നന്ദിയോടെ ഓർക്കുകയും ഈശ്വരന് നന്ദി പറയുകയും വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വലിയ ആത്മബന്ധം ഗ്രിഗോറിയോസ് പിതാവുമായിട്ടുണ്ട്. ഞാൻ വൈദികനായത് അഭിമന്യ പിതാവിൻ്റെ തൃക്കരങ്ങളാലാണ്. അതും ഈ ക്യാമ്പസിൽ വെച്ച് തന്നെ, കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പിതാവ് എനിക്ക് വൈദിക പട്ടാഭിഷേകം നൽകിയത് എന്നുള്ളത് ഞാൻ പലതവണ കോളേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അത് സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ്. ആ വലിയ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ, ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുന്നു. ഈശ്വരൻ പിതാവിലൂടെ ലോകത്തിന് നൽകിയ ദർശനങ്ങൾ ഈ ക്യാമ്പസിൽ അനുദിനം ശക്തിപ്പെടുത്തുവാനും അത് അനേകർക്ക് നന്മയായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു അച്ഛ. സെയിന്റ് ജോൺസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പലും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയും മികച്ച പ്രഭാഷകനും മാസ്റ്റർ ട്രെയിനറുമായ ഡോക്ടർ തോമസ് കുട്ടി സാറിനെ അനുസ്മരണ സന്ദേശത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Chief guest of the day, respected Srinivasan sir, the coordinator of the campus, Father Bose Matthew, St. John's College Principal, Father Johnson Puduveli, St. Joseph's Hospital Director, Sister Lily Thomas, House Superior, Sisters, Reverend Fathers, dear teachers, and other staff in various institutions in this campus, especially St. John's College, St. John's School, and also St. Joseph's Hospital, and my brothers and sisters attending this meeting. It is indeed a privilege to be on this platform to commemorate Archbishop Benedict Gregorios, the great soul behind the establishment of a higher education center, which ultimately culminated in the evolving of a great township which grew along with these institutions, especially St. John's College and also St. Joseph's Hospital. Today, Gregorius campus is one of the leading centers which cater the needs of thousands of people in various avenues, whether it is in education, health, then religious, and also even the field of technology. This campus is giving employment to hundreds of people belonging to various places, far and near, and also belonging to different varied caste, creed, and faith. Thus, Mar Gregorius has been the spiritual force behind the all-round progress of Anchal, a remote village known only for the cattle market, the transformation to a fast developing town in the country. He was a spiritual leader, but equally catered the material well-being of the people. And as Srinivasan sir has pointed out, Archbishop Gregorius was a religious leader, a social transformer, and a great secular leader. He built his monastery in the minds and aspirations of the common people. He was akin to the bishop depicted by Victor Hugo in his famous book, Les Miserables. A man who has the broadness to believe that a stranger, a man who has stealed his silver cup as his brother. The concept of equality, the concept of fraternity, the concept of justice, all these core values guided his life. Bertrand Russell, and he has in one of the Nobel Prize winner for literature in 1950, in his book, A History of Western Philosophy,
try to point out what is the symbol or identity of greatness, has pinpointed three things. One, that man should have a longing for love. Second, the search for knowledge. And thirdly, the unbearable pity for the suffering of mankind. As Srinivasan sir has pointed out, mentioned, his pity is not simply giving 5 rupees to a poor man at the doorstep. It is far beyond that. He regarded him as his own brother, clinged him close to his heart, and accompanied him to a path of progress, growth, peace, and goodwill. The all-absorbing, enthralling, and fascinating characteristic of Mar Gregorius linked all people together to a common goal of peace and goodwill, and effectively channelized their varying capabilities for the growth and development of this country and this community. Thus, hundreds of men who could have been doomed to insignificance were molded and showcased into prominence only because of the magnanimity of Benedict Mar Gregorius. He stood as a talisman and a transition point to a new age by intrinsically amalgamating his deep conviction, vision, crystallized from prayer, penance, and varied experiences, conflicts and contradictions, into a transforming value of humanism. All the participants of this meeting are in one way or other are connected to Archbishop Mar Gregorius. On this day, on the 27th memorial of his eternity, we have to pay respect to him by re-engineering our life in tune with Gregorian development plan. We have to recast our life in tune with the humanism which he has upheld and the rich values for which he stood for. I'm extremely thankful to Father Boaz Matthew and all other connected to this meeting for giving me the opportunity to speak in this occasion. Mar Gregorius and myself there has been a very close, intrinsically understand, a very welded together relationship. And here we have shared a lot of things. And the intimacy, the closeness, the love and affection that we have shared is still in my memory. And this is a time when we have to take the vow, we have to take a decision to set apart our life, the remaining part of the life, to lead all the institutions in the campus in tune with the philosophy, in tune with the thinking, in tune with the humanism, and also the development plan of our great Benedict Mar Gregorius. With these words, I conclude. I thank you everyone for your patient hearing. Thank you very much. Thank you, sir. കൃതജ്ഞത അറിയിക്കുന്നതിനായി സെയിന്റ് ജോൺ സ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി സ്മിത മാമിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ഗൗതമി. ബഹുമാനപ്പെട്ട ബോവസ് അച്ഛൻ, ഇന്നത്തെ വിശിഷ്ട അതിഥി TP ശ്രീനിവാസൻ സർ, ബഹുമാനപ്പെട്ട ജോൺസൺ പുതുവേലിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് കുട്ടി സർ, ഈ മനോഹര ചടങ്ങിൽ പങ്കുചേർന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ബഹുമാന വ്യക്തികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാർ ഗ്രിഗോറിയസ് പിതാവിൻ്റെ ഓർമ്മ ദിവസമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം എന്തായിരുന്നുവെന്ന് നമുക്ക് കേൾക്കാൻ ഇടയായ വലിയ കൃപയ്ക്ക് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന അഞ്ചൽ പ്രദേശത്തിന് പിതാവിൻ്റെ 25ാം വാർഷിക ദിനത്തിൽ മാർ ഗ്രിഗോറിയസ് ക്യാമ്പസ് എന്ന പേര് നൽകുകയും അന്നു മുതൽ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഏറ്റവും ഭംഗിയായി അഞ്ചലിൽ നിർവഹിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. ഈ മനോഹര ചടങ്ങിന് നേതൃത്വം വഹിച്ച ബോവസ് അച്ഛനോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. മാർ ഗ്രിഗോറിയസ് പിതാവിനോട് ആത്മബന്ധം പുലർത്തുവാനും പിതാവിന് ഓരോ വ്യക്തിയോടുള്ള കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു എന്ന്
അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഉദാഹരണമായി നമ്മോട് പറയുകയുണ്ടായി. പിതാവ് കൊടുത്ത പ്രചോദനമാണ് തന്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായതെന്ന് നമ്മോട് പങ്കുവച്ച ആദരണീയനായ TP ശ്രീനിവാസൻ സാറിനോട് എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരു നല്ല പ്രാർത്ഥനാ ഗാനത്തോടെയാണ് നമ്മൾ ഈ മനോഹര ചടങ്ങ് തുടങ്ങിയത്. അത് ആലപിച്ച കുമാരി കല്യാണിയോടുള്ള നന്ദി അറിയിക്കുന്നു. പിതാവിനെ കുറിച്ച് ഒരു നല്ല ഗാനം നമുക്ക് കേൾക്കാൻ ഇടയായി. സ്നേഹപ്രകാശം പരത്തിയ ഗാനം ആലപിച്ച സെന്റ് ജോൺ സ്കൂൾ മ്യൂസിക് ടീച്ചർ അശ്വതി മാമിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിതാവിന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാന പ്രമേയം എന്തായിരുന്നുവെന്നും വിദ്യാഭ്യാസത്തിന് തിരുമേനി എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നുവെന്നും നമ്മോട് പങ്കുവച്ച മാന്യ വ്യക്തികളായ ജോൺസൺ പുതുവേലിൽ അച്ഛനോടും തോമസ് കുട്ടി സാറിനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കുറച്ചു സമയം നാം ഓരോരുത്തരും പിതാവിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ദൈവഭാഗ്യമാണ്. ഇതിന്റെ ഭാഗമായ എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഓരോരുത്തരെയും പരിചയപ്പെടുത്തിയ ഗൗതമിക്കും എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. ഈ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു.